ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു നത്തിങ് ബട്ട് സംതിങ്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ സാധനമാണ് ലസാനിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ് എന്നാണ് എൻ്റെ അറിവ്. സോ ഇത് സാധാരണ നമ്മൾ ലസാനിയ ഷീറ്റ് വെച്ചാണ് ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇൻസ്റ്റഡ് ടുഡേ നമ്മളിന്ന് വെജീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ലസാനിയ ഷീറ്റിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഓബർജിനും പിന്നെ കോൾഗറ്റുമാണ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ യൂസ് ചെയ്താണ് നമ്മളിന്ന് ലസാനിയ ഷീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അത് ഇനിയും ഈ സ്ലൈസർ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് വലിയ സാധനമില്ലേ ഇത് യൂസ് ചെയ്ത് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് കുറച്ച് ഉപ്പ് വെതറി കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഉപ്പ് വെതറി കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് അതിന് വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അത് ടിഷ്യൂ വെച്ച് നന്നായിട്ടൊന്ന് ഉപ്പിയിട്ട് എടുക്കണം. അതാണ് നമ്മുടെ ലസാനിയ ഷീറ്റിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ കയ്യിൽ സ്ക്വയർ ടിൻ ഇല്ല, അതിന് പകരം എൻ്റെ ഉള്ളത് ലോഫ് ബ്രെഡ് ഉണ്ടാക്കുന്ന 2 ടിന്നാണ്. അപ്പോൾ ആ ടിന്നിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഓബർജിൻ വെച്ചിട്ടും ഇതിനകത്ത് നമുക്ക് കോൾഗേറ്റ് വെച്ചിട്ടും ഉണ്ടാക്കാം. ഈ കോൾഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വാഷ്, അങ്ങനെ ഇതിന് പല പേരുകളുണ്ട്. ഇവിടെ ഇതിനെ കോൾഗേറ്റ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ക്യൂക്കുംബറിൻ്റെ ഔട്ട്സൈഡ് പോലെ ഇരിക്കും, പക്ഷേ ഇൻസൈഡ് നമ്മുടെ എന്ത് സാധനത്തിൻ്റെ സിമിലാരിറ്റി ഇപ്പോൾ പറയാം, പടവലങ്ങയുടെ പോലത്തെ സോഫ്റ്റാണ് ഇതിൻ്റെ ഇൻസൈഡ്. പക്ഷെ കാണുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വേറെ നമ്മുടെ ലോക്കിയൊക്കെ പോലെ ഇരിക്കും ഇതിൻ്റെ ഇൻസൈഡ് കാണാൻ. ഇതിന് സ്ക്വാഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഓറഞ്ച്, ഒരു യെല്ലോയിഷ് കളേർഡ് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ. ലാസ്റ്റ് ഇയർ ഞാനിതിവിടെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാനൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. ലാസ്റ്റ് ഇയർ നമുക്കിത് നമ്മുടെ തന്നെ പറിക്കാനുണ്ടായിരുന്നു കോർഗറ്റ്. പിന്നെ ഓബർജിൻ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വഴുതനങ്ങയുടെ വേറൊരു വെറൈറ്റിയാണ്, കുരുവില്ലാത്ത വഴുതനങ്ങ. ഇത് കുറേ ഇങ്ങനെ എന്താ പറയുക, തന്തൂരി പോലെ ചെയ്തും അങ്ങനെ കുറേ റെസിപ്പീസ് ഉണ്ട് ഈ ഓബർജിൻ. ഇത് ഇവർക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. അപ്പോൾ ഓബർജിനും ഇത് നമ്മുടെ കോൾഗറ്റും. ഇതിൻ്റെ ഈ മൂൾവശം കണ്ട നമ്മുടെ പംകിൻ്റെ ഒക്കെ മൂൾവശം പോലെ തോന്നും. അപ്പോൾ ഈ 2 സാധനങ്ങൾ യൂസ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ സാധനം ഉണ്ടാക്കുന്നത്. ഇതല്ലാതെ വേറെ എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പം ഞാനിതൊന്ന് സ്ലൈസ് ചെയ്ത് കൊണ്ടുവരാം. സോ ഞാനിവിടെ എല്ലാം ഒന്ന് സ്ലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ചെറിയ കനത്തിലാണ് ഞാൻ നോക്കിയത്. ഞാൻ നൈഫ് യൂസ് ചെയ്ത് തന്നെയാണ് കേട്ടോ സ്ലൈസ് ചെയ്ത്. ഇടയ്ക്ക് ഞാൻ സ്ലൈസർ മറ്റേ പീലർ യൂസ് ചെയ്ത് സ്ലൈസ് ചെയ്തതുകൊണ്ട്. സോ ഇതെല്ലാം നമ്മൾ സ്ലൈസ് ചെയ്ത് കൊണ്ടുവന്നാണ്. ഓബർജിൻ ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ, കാരണം ചെറുതിനകത്ത് ഒന്ന് തന്നെ ധാരാളമാവും. ഓബർജിന് ഞാൻ കൈവച്ച് നമ്മുടെ നൈഫ് യൂസ് ചെയ്ത് തന്നെയാണ് കട്ട് ചെയ്തത്. പീലർ യൂസ് ചെയ്തിട്ടില്ല, കാരണം പീലർ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും അങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നേ. അപ്പോൾ ഈ ഒരു കട്ടിക്ക് നമുക്കിതെല്ലാം കട്ട് ചെയ്തു. ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പിട്ട് വെക്കണം. ഉപ്പിട്ട് കുറച്ച് നേരം ഒന്ന് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളമൊക്കെ ഒന്ന് ഉപ്പിയെടുത്ത് മാറ്റണം. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. സോ ഒരുപാട് ഉപ്പിടരുത്, കാരണം അത് നമ്മുടെ ഫുഡിനെ ഫുള്ളായിട്ട് ബാധിക്കും. അപ്പം ഞാൻ കുറച്ച് ഉപ്പിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കിംച്ചിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ സമയത്ത് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഇതൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് ഇതിലെല്ലാം ഒന്ന് പരട്ടി കൊടുക്കുക. എല്ലാത്തിലും പറ്റണം. ഇതിനകത്ത് സോഫ്റ്റ് ആവുകയും വേണം, സാധനത്തിനൊക്കെ ഉപ്പ് പിടിക്കുകയും വേണം. കാരണം നമ്മുടെ ലസാനിയ ഷീറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടാണ് ആ മാവ് ഉണ്ടാക്കുന്നത്. ആ ബാറ്ററല്ല, അതിൻ്റെ ആ സാധനം ഉണ്ടാക്കുന്നത്, ആ ഷീറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉപ്പിട്ടിട്ടാണ്. അപ്പോൾ ആ ഉപ്പ് ഇതിന് കിട്ടുകയും വേണം, പിന്നെ ഇതൊന്ന് സോഫ്റ്റ് ആവുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ബേക്കിംഗ് ട്രേ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് തൊലിയൊക്കെ പോയിരിക്കുന്നത്. പിന്നെ അപ്പം നമുക്ക് ഇത് നന്നായിട്ട് എല്ലായിടത്തും ഉപ്പൊക്കെ ഒന്ന് പുരട്ടി എന്നിട്ട് ഇപ്പം ഉപ്പ് എല്ലാത്തിനും ആയിട്ടുണ്ട്. എല്ലാ സ്ലൈസിനും ഞാൻ ഉപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം വെക്കാം. ഇതൊന്ന് സോഫ്റ്റായി ഇതിനൊക്കെ ഒന്ന് ഉപ്പ് പിടിച്ച് വരട്ടെ. സോ ഞാൻ ഉപ്പിട്ട് വെച്ച ഓബർജിനും കോൾഗറ്റും നന്നായിട്ട് ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് ഓരോന്നായിട്ട് ടിഷ്യൂ വെച്ച് വെള്ളം ഒപ്പി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് അല്ലെങ്കിൽ ഇത് വേകുമ്പോൾ ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ലസാനിയ ഭയങ്കര വാട്ടറി ആവും. അതുകൊണ്ടാണ് നമ്മളിത് ആദ്യമേ ചെയ്ത് വെക്കുന്നത്. ഇത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. ഇങ്ങനെ ചെയ്യണമെന്ന്
ഒരു നിർബന്ധവും ഇല്ല. അതായത് ഈ പ്രോസസ്സ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. ഈ വെജിറ്റബിൾസ് വെച്ചിട്ട് ലസാനി ഉണ്ടാക്കണമെന്നുള്ള ഒരു നിർബന്ധമില്ല. നിങ്ങൾ ലസാനിയ ഷീറ്റ് വാങ്ങിച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കിയാൽ മതി. ലസാനിയ ഷീറ്റ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ ബാക്കി പ്രോസസ്സൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ലസാനിയ ഷീറ്റിന് പകരം, അതായത് നമ്മുടെ മൈദ അല്ലെങ്കിൽ എന്താ പറയുക പ്രോസസ്ഡ് ആയിട്ടുള്ള വീറ്റ് ഫ്ലോറിന് പകരം നമ്മൾ ഇത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനിവിടെ തവ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്ത് ഒലിവ് ഓയിൽ ഒഴിക്കാം. ഇതിനകത്ത് ഓപ്ഷണലായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ഈ പാപ്രിക്ക പൗഡർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സാധാരണ ഇവർ ആഡ് ചെയ്യാറില്ല. നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു എരി നമുക്ക് ഇച്ചിരി ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പാപ്രിക്ക പൗഡറും പെപ്പർ പൗഡറും ആഡ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട്. എരിവ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ട. ഇത് ഇതിനകത്ത് ബേസിക്കലായിട്ട് വരുന്ന സാധനമല്ല, പക്ഷെ നമുക്ക് എരി വേണ്ടത് കൊണ്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന സാധനമാണ്, ചെയ്യാൻ പോകുന്ന സാധനമാണ്. ഇതല്ലാതെ നമുക്ക് വേണ്ടത് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും നമ്മുടെ ഒണിയനും കൂടി ചേർത്ത് ഒരുമിച്ച് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഫൈനലി ചോപ്ഡ് ടൊമാറ്റോസ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ക്യാനിനകത്തെ ചോപ്ഡ് ടൊമാറ്റോസ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മിൻസ്ഡ് ബീഫാണ്. ഇത് 500 + 500 2 ബ്ലോക്കിൻ്റെ, സോ 1 kg ബീഫ് ഉണ്ട് ഇത്. പിന്നെ അത് ഇച്ചിരി കൂടുതലാണെങ്കിലും നമുക്ക് വേറെ പാസ്ത ഉണ്ടാക്കുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ലെയർ ചെയ്ത് വരുമ്പോൾ കുറേ എഴുതുന്നുള്ളതുകൊണ്ടാണ് ഞാൻ 1 kg എടുത്ത്. 500 ആണെങ്കിലും മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചീസുകളാണ്. അതിലിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് റിക്കോട്ട ചീസ്, ഇത് മൊസറല്ല, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മൊസറല്ല. പിന്നെ വേണ്ടത് ചെഡ്ഡാർ, ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ പാർമേസൻ ചീസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ ഫ്രഷ്ലി മിൻസ്ഡ് അല്ലെങ്കിൽ ഫ്രഷ്ലി ചോപ്ഡ് ആയിട്ടുള്ള ബേസിൽ ലീവ്സും പാസ്ലിയും, ഇത് രണ്ടും ഇതിനകത്ത് വേണം. പിന്നെ നമ്മുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നല്ല ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒലിവ് ഓയിലിൽ കിടന്നാണ് ഇത് വേവുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി വന്നോട്ടെ. ഇപ്പോൾ ഒലിവ് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ സാധാരണ കറികൾ വെക്കുമ്പോൾ എന്താ ചെയ്യുക, ആദ്യം ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വഴറ്റുകയല്ലേ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബീഫ് ഒന്ന് ബ്രൗൺ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബീഫ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഇതൊന്ന് ബ്രൗൺ കളറിൽ വരണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗണി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി, വേറെ ഒന്നും ചെയ്യരുത്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് കണ്ടോ, ഈ സൈഡ് ഇപ്പോൾ ബ്രൗൺ ആയില്ലേ, അതുപോലെ ഇതിന് കറക്റ്റായിട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ മുറിക്കാൻ നോക്കിയത്. വേണേൽ ഇത് രണ്ടായിട്ടും ഇടാം കേട്ടോ, എന്നുവെച്ചാൽ അപ്പുറം ഇപ്പുറമായിട്ടൊന്ന് മുറിച്ചിട്ടാണെങ്കിൽ ഇടാം. ഇതൊന്ന് ബ്രൗൺ ചെയ്ത് വരണം നമുക്ക്. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ പേരാണ് ബ്രൗണിങ്. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇതിന് ഒരു കാരമലൈസ്ഡ് പോലെ ആ ഒരു ഇത് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മളാക്കുക. എന്നെ ഇത് ഉണ്ടാക്കാൻ പഠിപ്പിച്ച എൻ്റെ സിസ്റ്ററാണ്. സോ കുക്കോയ്ക്ക് ഒരുപാട് താങ്ക്സ്. അതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കാൻ ഞാൻ പഠിപ്പിക്കാൻ എനിക്ക് പറ്റിയത്. പഠിപ്പിക്കാനല്ല, കാണിച്ചു തരാൻ എനിക്ക് പറ്റിയത്. സോ കുക്കോയ്ക്ക് ഇതുപോലത്തെ കോണ്ടിനെൻ്റിലും അങ്ങനത്തെ പല സ്ഥലങ്ങളിലെ ഫുഡുകളും ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. അതിന് നമ്മൾ കുറച്ചൊക്കെ, ചേച്ചി ഒരു കടലാണ്, ചേച്ചിയുടെ നമ്മൾ മുങ്ങിത്തപ്പി 1-2 മീനിനെ പിടിക്കുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടാൽ പോലെ നമുക്കിത് ഉടച്ചു കൊടുക്കണം. മിൻസ്ഡ് ബീഫൊക്കെ ഇപ്പോൾ നാട്ടിലും കിട്ടും. ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. നിങ്ങൾ ഒരു വട്ടം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ ഈ ലസാനിയ ഷീറ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും സമയമെനക്കേടൊന്നുമില്ല. പക്ഷെ ടേസ്റ്റ് ഇതിനാണ് കൂടുതൽ. അപ്പോൾ ലസാനിയ ഷീറ്റ് വെച്ച് ഉണ്ടാക്കാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരു വട്ടം ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിത് ഉണ്ടാക്കും. ഭയങ്കര സ്പെഷ്യലാണിത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ ചെയ്ത് വരാം. വേറെ വെള്ളമോ ഒന്നും ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ഇതിന് ശേഷം ഇതൊന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ വേണം നമ്മൾ ബാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് ബ്രൗൺ ആക്കിയിട്ട് വരാമേ. ഇപ്പോൾ കണ്ടോ, ഇതെല്ലാം നല്ല ബ്രൗൺ കളറായിട്ട്
നല്ല ആവി പറക്കുന്നുണ്ട്. വന്ന് കണ്ടോ? ഇപ്പം നമുക്ക് നല്ല ബീഫിൻ്റെ മണം കിട്ടും. അത്ര പ്ലസൻറ്റ് മണമല്ല ഇത് ഇപ്പം, കാരണം എന്താ പറയുക, ശരിക്കും വെന്ത് വന്നിട്ടില്ലല്ലോ. ഇതിപ്പോൾ ദേ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയും ആദ്യം നമ്മളിത് ക്യാരമലൈസ് ചെയ്തു, എന്ന് വെച്ചാൽ 2 സൈഡും തിരിച്ചിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി. അത് കഴിഞ്ഞ് ഇതൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്കിന് ഇത് വീണ്ടും ബ്രൗണിഷ് ഷെയ്ഡിലേക്ക് വന്നു. ഈ സമയത്ത് നമുക്കിതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാരണം സവോളയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ പിന്നെയും ഇതാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് പാപ്രിക്ക പൗഡർ, ഇത് വലിയ എരിയില്ലാത്ത കേട്ടോ, കുറച്ച് പാപ്രിക്ക പൗഡർ, കുറച്ച് പെപ്പർ പൗഡർ നമ്മുടെ എരിക്കനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ 2.5 സ്പൂണ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2 സ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ മസാല എന്ന് പറയാൻ അത്ര വലിയ കാര്യമായിട്ട് നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഇതുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണം നമുക്ക് ബാക്കി നമ്മുടെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന ഗാർലിക്കും അണിയനും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇത് വേകുമോ ഇല്ലയോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. കാരണം നമ്മളിത് ഓവനിലാണ് വെക്കുന്നത്. ഓവനിലിരുന്ന് നന്നായിട്ട് ഇത് വെന്തോളും. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ഇതിപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് ഗാർലിക്കും ഒണിയനും ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തുനിന്നും വെള്ളം നന്നായിട്ട് ഇറങ്ങും, അതായത് ഉള്ളിക്കകത്തുനിന്നും വെള്ളം നന്നായിട്ട് ഇറങ്ങും. നമ്മൾ ഫൈനലായിട്ട് ഈ മീറ്റ് സോസ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിനകത്ത് ഒരിക്കലും എന്നുവെച്ചാൽ ഒരു പെരണ്ടൊരു പരുവായിരിക്കണം, അല്ലാതെ വെള്ളം കൂടുതലും ഇരിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലസാനിയ ഭയങ്കര വാട്ടറി ആയിപ്പോവും. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഫുള്ളായിട്ടങ്ങ് പോകും. അതുകൊണ്ട് അതൊന്ന് മേക്ക് ഷുവർ ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിനകത്തേക്ക് ടൊമാറ്റോ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഇതാണ് ക്യാനിലെ ടൊമാറ്റോസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഇച്ചിരി പുളിയുണ്ട് കേട്ടോ. പുളിയുള്ള ടൊമാറ്റോസാണ് ആഡ് ചെയ്യാനായിട്ട്. പുളിയുള്ള തക്കാളിയെ എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് പുളിച്ചിട്ടുള്ള തക്കാളിയല്ല, പുളിയുള്ള തക്കാളി ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി അരച്ചിടണ്ട, ഒന്ന് കഷ്ണമാക്കി തന്നെ ഇട്ടാൽ മതി. ഒന്ന് കടിക്കാൻ കിട്ടണം നമ്മൾ ഫൈനലി ഇത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത്. നന്നായിട്ട് പെരണ്ട് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് 2-3 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കണം. ഇത് ഒരു ഹാഫ് വേവിക്കുന്നത് നമ്മൾ ഈ തവയിലിട്ട് നമ്മളിത് വേവിക്കും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുത്തപ്പോൾ ഈ ഭാഗം ഒന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഭാഗം ഇതിൻ്റെ ഇടയ്ക്ക് ചേർക്കുന്നത്. ഈ ബീഫ് സോസ് അല്ലാതെ നമുക്ക് വേണ്ടത് ചീസ് സോസാണ്. ആ ചീസ് സോസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 3 ചീസസാണ് എടുത്തത്. ഞാൻ ആദ്യം കാണിച്ചത് തന്നെ, അതായത് റിക്കോട്ട ചീസ്, ചെദ്ദർ ചീസ്, മൊസറല്ല ചീസ്. ഈ 3 ചീസും കൂടെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തേക്കാണ് ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഞാൻ ആ പാത്രം ഒന്ന് മാറ്റി, കാരണം അത് ചെറുതാണെന്ന് തോന്നി. എന്നുവെച്ചാൽ ബാക്കി ഇടാനുള്ളതൊന്നും ഇളക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിത് നന്നായിട്ട് ആ 3 ചീസും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് ഫ്രഷായിട്ടുള്ള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബേസിൽ ലീവ്സ്, പിന്നെ പാസ്ലിക്ക് നല്ലൊരു എർത്തി ഫ്ലേവറാണ് കേട്ടോ. നമ്മുടെ ബേസിലിനാണെങ്കിൽ നമ്മുടെ തുളസിയുടെ മണം നമ്മൾ മണക്കുമ്പോൾ ഇനി അതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ചീസ് സോസ് കേട്ടോ.
പെരണ്ടിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും വിചാരിക്കണ്ട. ഇത് ഹീറ്റായി കഴിയുമ്പോൾ ഇത് തന്നെ മെൽറ്റായിട്ട് നല്ല ലൂസ് ആയിട്ട് വരും. ഞാൻ ഇപ്പോഴത്തെ ഇവിടെ ബീഫ് ഒന്ന് തുറന്നു വെച്ചിട്ടുണ്ട്, കാരണം അതിൻ്റെ വെള്ളം ഒന്ന് പറ്റാനായിട്ട്. ഇപ്പോഴേ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീസ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് നോക്കാം, ബീഫ് സോസ് എന്തായി നോക്കാം. സോ ബീഫ് സോസ് ഞാൻ ഇട്ടിട്ട് ഇപ്പോൾ ഇനി വെള്ളം പറ്റിയാൽ മാത്രം മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി വെള്ളം ഒന്ന് പറ്റണം. ഈ ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് ബാക്കി ഒരു ഇച്ചിരി ബേസിലിനകത്ത് വെച്ചിട്ട് ബാക്കി ബേസിലിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്തിരി ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ടാണ്. പിന്നെ നമ്മുടെ പാസലിയും കൂടെ ഈ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പാസലിയും ഞാൻ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിനകത്ത് ആഡ് ചെയ്യുക. ഇനി നമ്മൾ ഉപ്പൊക്കെ നോക്കണം. എൻ്റെ ഉപ്പ് ഞാൻ നോക്കിയതാണ്, കറക്റ്റാണ്. ഞാൻ ആദ്യം നോക്കിയപ്പോൾ കറക്റ്റ് അല്ലായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് പറ്റി വരണം. ഇപ്പോഴും കുറച്ചുകൂടെ ഒന്ന് കുറുകാനും പറ്റാനും ഉണ്ട്. കാരണം നമ്മുടെ ലസാനിയ ഷീറ്റായിരുന്നു, നമുക്ക് അത്രയും ടെൻഷനില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ആയതുകൊണ്ട് ചിലപ്പോൾ വെള്ളം അതിനകത്തുനിന്നും ഇറങ്ങും. അപ്പോൾ എല്ലാം കൂടെ വെള്ളമായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഓവനിലാണ് വെക്കുന്നത്. അപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം. നമ്മൾ ഇത് ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പ്രീ ഹീറ്റിൽ ഇട്ടാൽ മതി. ഇനി ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് ഒറിഗാനോ ആണ്. നമുക്ക് ഒറിഗാനോയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഡ്രൈഡ് ഒറിഗാനോ ആണ് ഉള്ളത്. ഈ ഒറിഗാനോ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിന് നല്ലൊരു ഇറ്റാലിയൻ മണം വരും. നല്ല ഇപ്പം നാട്ടിൽ എല്ലായിടത്തും എല്ലാം കിട്ടും. ഇന്നടത്ത് പോകണമെന്നൊന്നുമില്ല, എല്ലായിടത്തും എല്ലാം കിട്ടും. കാരണം എല്ലാവരും പുതിയ പുതിയ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങി. എല്ലാവർക്കും ഇഷ്ടമാണ് പുതിയ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ. അതുകൊണ്ട് നാട്ടിലിപ്പോൾ എല്ലാം കിട്ടും. നല്ലൊരു മണപ്പ്. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ബീഫി സ്മെല്ലില്ലേ, അതില്ല ഇപ്പം നല്ല 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 സ്മെല്ലാണ് ഇപ്പം വരുന്നത്. അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് പറ്റിക്കോട്ടെ, എന്നാലേ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തുള്ളൂ. നല്ല സാധനം കേട്ടോ ലസാനിയ. നമ്മൾ ട്രൈ ചെയ്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫുഡ് ഐറ്റമാണ്. ഇപ്പോൾ എന്താ കണ്ടോ, നമ്മളിങ്ങനെ ബീഫ് വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ചാറായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ പാടില്ല. ആ ചാറ് നന്നായിട്ട് പറ്റണം. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. ഇതുകൂടെ ഒന്ന് സെറ്റായാൽ മതി. ചീസ് സോസ് റെഡിയാണ്. പിന്നെന്താ, നമ്മുടെ ഷീറ്റ് ലസാനിയ ഷീറ്റ്സ് റെഡിയാണ്. നമ്മുടെ ഷീറ്റ് വെജിറ്റബിൾസ് ആണ്, അത് റെഡിയാണ്. പിന്നെ ബാക്കിയെല്ലാം ചോപ്പ് ചെയ്ത് വെക്കേണ്ടതൊക്കെ റെഡിയാണ്. ഇനി നമുക്ക് ഓവന് പ്രീ ഹീറ്റ് ചെയ്യാൻ മാത്രമാണ് ബാക്കിയുള്ളത്. എരി നിങ്ങളുടെ ആവശ്യാനുസരണത്തിന് നിങ്ങൾ കുരുമുളക് ഇട്ട് കൊടുക്കണം. കുരുമുളക് മാത്രമേ, പാപ്രിക്കയിൽ വലിയ കാര്യമായിട്ടുള്ള എരിയൊന്നും കിട്ടില്ല, കുരുമുളകിന്നേ കിട്ടുള്ളൂ. അപ്പോൾ ആ കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര എരിയിലൊക്കെ കൂട്ടുന്നൊരു കറിയുമല്ല, ഒരു മൈൽഡ് സ്പൈസി ആയിട്ട് കൂട്ടാം. ഇവർ അങ്ങനെ സ്പൈസി ആയിട്ട് കൂട്ടുന്നൊരു സാധനം അല്ല ഇത്. ഇത് അവരുടെ ആക്ച്വലി ഉണ്ടല്ലോ സ്റ്റേപ്പിൾ ഫുഡ്. പാസ്തയാണ് ഇറ്റാലിയൻ ആളുകളുടെ സ്റ്റേപ്പിൾ ഫുഡ്. ഇത് അവരുടെ ഒരു ലഞ്ചോ ഡിന്നറോ അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ കപ്പ വേവിച്ചതും മീൻകറിയൊക്കെ കഴിക്കുന്ന പോലൊക്കെ തന്നെ കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഇവർക്കിത്. നമ്മളിപ്പോൾ ഇതാക്കി പറ്റിച്ച് നിങ്ങൾ എടുക്കുമ്പോൾ ഇത് എന്താ പറയുക, ഓയിൽ കുറവുള്ള അല്ലെങ്കിൽ ഫാറ്റ് കുറവായിട്ടുള്ള ബീഫ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഒരു 5% അതിൽ കുറവോ ആയിട്ടുള്ള മിൻസ്ഡ് മീറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സോസി ഇവിടെ നന്നായിട്ടിത് പറ്റി പെരണ്ട് വന്നിട്ടുണ്ട്. ഞാൻ തീ ഇവിടെ ഓഫ് ആക്കിയിട്ടുണ്ട്. സോ നമ്മുടെ മീറ്റ് സോസ് ഇവിടെ റെഡിയാണ്, നമ്മുടെ ചീസ് സോസ് ഇവിടെ റെഡിയാണ്, നമ്മുടെ ഗാർണിഷിനായിട്ട് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഗ്രേറ്റഡ് ചെദ്ദാർ, ഗ്രേറ്റഡ് മൊസറില്ല റെഡിയാണ്, പിന്നെ ചോപ്ഡ് ബേസിൽ റെഡിയാണ്, പിന്നെ നമ്മുടെ പാസലി റെഡിയാണ്. ഇനി നമുക്ക് ഇത് ചെയ്യാനുള്ള ഐറ്റംസും റെഡിയാണ്. സോ ഇത് രണ്ടും സെറ്റാണ്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ പ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാനാ, നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം.
പ്രീ ഹീറ്റ് ഒരു 150 ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിടണം. അപ്പം നമുക്കൊന്ന് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിടാം. സോ ഇപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം ഞാനിവിടെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ 2 ട്രേയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ സ്ക്വയർ ട്രേ ഉണ്ടെങ്കിൽ ഫൈൻ, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ലോഫ് ട്രേ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ബ്രെഡും പിന്നെ ഏത് കേക്കാണ്, ബനാന കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് ഇതിനകത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രേ എടുക്കുക. ഇനി നമുക്ക് ലെയർ ചെയ്യാം. ഞാനിത് ഓവൻ പ്രീ ഹീറ്റിൽ ഇട്ടിട്ടുണ്ട്, അതിപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു. സോ ഫസ്റ്റ് ലെയർ നമ്മൾ ഈ ബീഫ് സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കുറച്ച് ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടിനകത്ത് നമ്മൾ ഫസ്റ്റ് ലെയർ ബീഫ് കുറച്ചിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇത് അടിക്ക് മറ്റേ നമ്മൾ വെച്ച് കൊടുക്കുന്ന ഈ ലസാനി ഷീറ്റോ അങ്ങനത്തെ സാധനങ്ങളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലെയർ ഇടുന്നത്. ഈ ഓവൻ ഇല്ലാത്തവർക്കും ഇത് ചെയ്യാട്ടോ. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ മണലിട്ടിട്ട് നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ മണലിട്ടിട്ട് ആ മണൽ ചൂടാവുമ്പോൾ ഒരു തിരികെ പോലത്തെ സാധനം വെച്ച് കൊടുത്ത് അതിൻ്റെ താഴേക്ക് ഇറക്കി വെച്ചൊരു 45 to 50 മിനിറ്റ്സ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇതിനകത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്ത് സുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സുക്കിനി ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് ഇച്ചിരി നമ്മൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആക്കി വെക്കേണ്ടി വരും. നമ്മുടെ ഒരു മനസ്സിൻ്റെ കണക്കനുസരിച്ചിട്ട് നമ്മളിതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ സൈസ് വെക്കാം. ഇതിപ്പോൾ ഒരു ലെയർ ആയിട്ടുണ്ട്. ഇപ്പുറത്ത് നമുക്ക് ഓവർജിൻ വയ്ക്കാം. അതും നമ്മുടെ ഒരു കണക്കനുസരിച്ച് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടാവുമല്ലോ. കണ്ടോ, ഒരു ലെയർ ആയിട്ടുണ്ട്. ഇനി ആണ് നമ്മുടെ പ്രോപ്പർ ലെയറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ബീഫ് സോസ് ആഡ് ചെയ്യാം. ബീഫ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ലസാനിയ ഷീറ്റ് വെച്ചിട്ടാണ്. ഞാനിതെൻ്റെ സിസ്റ്റർ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ട് പറഞ്ഞു തരുന്ന രീതി, അവരവിടെ ഇങ്ങനെ സുക്കീനിയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അവർ ബാംഗ്ലൂരാണ്. ഞാനിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരവിടെ ഉണ്ടാക്കുന്ന രീതി വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഇപ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഭയങ്കര ക്യൂരിയസ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച്. സോ നമുക്ക് ഒരുമിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ട് ആസ്വദിക്കാം. ചേച്ചി ഇത് ഫൈനാണെന്ന് പറഞ്ഞു, അത് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഡൗട്ടൊന്നുമില്ല. അടുത്ത ലെയർ നമ്മുടെ ചീസ് സോസ് ആഡ് ചെയ്യാം. ചീസ് സോസ് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. അത് ഹീറ്റായി കഴിയുമ്പോഴത്തേക്കിന് അത് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ അതേക്കുറിച്ച് ഓർത്തിട്ട് നമ്മൾ ടെൻഷൻ അടിക്കണ്ട. ഇനി ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഇതിങ്ങനെ ഉരുണ്ടുരുണ്ട് ഒരു ഭാഗത്തേക്ക് പോകാനുള്ളൊരു ചാൻസ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് ലെയർ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെ. ഈ ലസാനിയയുടെ ഷീറ്റിൻ്റെ മാത്രമേ ഞാൻ ഈ ടൈപ്പ് ടേസ്റ്റ് ചെയ്യാത്തതുള്ളൂ. പക്ഷേ ലസാനിയ പൊതുവിൽ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ ഇത് ട്രൈ ചെയ്യണം. ഈ ചീസൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് സൂപ്പറാണ്. നല്ല പുള്ളി ഇതിങ്ങനെ എടുക്കുമ്പോൾ. സോ അടുത്ത ലെയർ നമുക്ക് ആഡ് ചെയ്യാം. ഓബേജിൻ്റെ ലെയറാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സുക്കീനിയുടെ ലെയർ ആഡ് ചെയ്യാം.
നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി മറിച്ചുമൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഒരു ലെയർ പോലെ ആയിരിക്കണം, അത്രേ ഉള്ളൂ. എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിലൊന്നും കാര്യമില്ല, കാരണം ഇത് അവസാനം കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. അടുത്ത ലെയറുമായി ഇനി ദ സെയിം ബീഫിൻ്റെ സോസ് ആഡ് ചെയ്യും. ഇതിന് നമ്മൾ ബീഫ് സോസ് എന്നാട്ടോ വിളിക്കുന്നത്. ബീഫ് പുരട്ടിയ പോലെ ഇരിക്കുന്നെങ്കിലും ഇതിനെ ബീഫ് സോസ് എന്നാണ് വിളിക്കുന്നത്. ഇത് മൊത്തത്തിൽ ഒരാൾ കഴിക്കുന്നതല്ല കേട്ടോ, നമ്മൾ കേക്ക് മുറിക്കുന്ന പോലെ മുറിച്ച് കഴിക്കുന്ന സാധനമാണ്. ഇതിപ്പോൾ ഒരു 3 പേർക്ക് കഴിക്കാം, ഇത് 2 പേർക്ക് കഴിക്കാം. ഒരു ലെയറായി. ഇതിപ്പോൾ 2ാമത്തെ ലെയർ ആട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ലെയർ കൂടെ കാണുള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ലെയറിൽ ഇച്ചിരി എയർ ഇട്ട് കൊടുത്തത്, നടുക്കത്തെ ലെയറിൽ. ചിലരിത് ഒരുമിച്ച് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇത് 2 കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട്. കാരണം എന്തായാലും ഇത് 2 കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരുള്ളൂ. പക്ഷേ ഒരു രസം, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഓരോ ലെയറായിട്ട് കാണുമ്പോൾ ഉള്ളൊരു രസം. ഇതെന്തായാലും ഇതിങ്ങനെ മെൽറ്റായി ഇതിനകത്തോട്ട് പോകും, താഴത്തെ ലെയറിലേക്ക് പോകും. കാരണം ചീസല്ലേ. നമ്മൾ ബെച്ച്മൽ സോസ് ആയിരുന്നെങ്കിൽ നമ്മുടെ ബൈറ്റ് നമുക്ക് എടുത്ത് കാണണേ, പക്ഷെ അത് ഒരു ഉഡായിപ്പ് രീതിയാണ്. ഇതാണ് അതിൻ്റെ ഒത്തൻറ്റിക് രീതി. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ലെയർ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ ടെൻഷൻ ആവണ്ട. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് നമുക്ക് പാസ്തയാക്കാൻ പറ്റും. ബാക്കി എന്തൊക്കെ ഇരിപ്പുണ്ടോ അത് ചുമ്മാ ചട്ടിക്കകത്തോട്ട് വെക്കുക, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, സൂപ്പറായിരിക്കും. ജസ്റ്റ് ഞാനിവിടെ മിസ്സായിട്ടുള്ള സ്ഥലത്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു 2 ലെയറുടെ ആക്കി കൊടുക്കാം. ഇടയ്ക്ക് മിസ്സായി പോയ സ്ഥലത്ത്, ഡോട്ടുള്ള സ്ഥലത്ത്, കാരണം ഇത് നമ്മുടെ ടോപ്പ് ലെയറാണ് കേട്ടോ. ഇവിടെ 2 സെറ്റായിട്ടുണ്ട്. സെയിം പഴയ പോലെ തന്നെ ബീഫ് ആഡ് ചെയ്യുന്നു. എനിക്ക് ബീഫ് കുറച്ചുകൂടി ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ ഇതിനകത്ത് എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ. സോ ഞാൻ ബാക്കി ബീഫും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് മൊത്തം നമ്മൾ 1 kg ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ ഒന്ന് ആക്കി നന്നായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കിനി ഒരു 2 ഓബോജിനും പിന്നെ ഒരു സുക്കീനിയെ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഈ 2 ഓബോജിനും കൂടി ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ബാക്കി സുക്കീനിയും ഇതിനകത്തേക്ക് ഒന്നാക്കി കൊടുക്കുന്നു. അതാകുമ്പോൾ അത്രയും വേസ്റ്റ് ആവില്ലല്ലോ. ഇനി സെയിം നമ്മുടെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ വരേണ്ടത് ഈ ബീഫിൻ്റെയും മറ്റേ വൈറ്റ് സോസിൻ്റെയും ചീസ് സോസിൻ്റെയും ലെയറാട്ടോ. ചീസാണ് ഏറ്റവും മുകളിൽ വരേണ്ടത്.
സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇവിടെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. എല്ലായിടത്തും സംഭവം എത്തണം. ഇത് ബാക്കിയുള്ള ബീഫ് നമുക്ക് പാസ്തയ്ക്കകത്ത് ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാം കേട്ടോ. അത് കുഴപ്പമില്ല. അതല്ലാതെ ചുമ്മാ ചോറിൻ്റെ കൂടെ സൈഡിലാണെങ്കിലും കഴിക്കാം. എനിക്കങ്ങനെ വലുതായിട്ട് ബാക്കി വരുന്നില്ല, ഇത്രയേ ഉള്ളൂ. അത് ഞാൻ ഇതിനകത്ത് ഗ്യാപ്പ് കാണുന്നിടത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് ബാക്കി വരുമെന്ന്. നിങ്ങൾക്കും ബാക്കി വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ബാക്കി വരുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ചോറിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ എങ്ങനെയാണേലും അത് കഴിച്ചാൽ മതി. കളയേണ്ട ഇത് വരുന്നില്ല, കാരണം ബീഫല്ലേ. എൻ്റെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1 kg ആണ് എടുത്തത്. 2 സുക്കീനിയും ഒരു ഇതുമാണ് എടുത്തത് കേട്ടോ. ഒരു ഓബോജിനുമാണ് എടുത്തത്. സി എൻ്റെ ബീഫിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി നമ്മുടെ ചീസ് ഇതിൻ്റെ ലെയർ മുകളിലിടാം. ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ട, ഈ ചീസ് ഇവിടെ ഇങ്ങനെ തീർന്നെങ്കിലും നമ്മുടെ മൊസറല്ലയും ചെദ്ദാറും നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചത് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് നമുക്ക് എന്തായാലും കൊടുക്കേണ്ടതാണ്. കറക്റ്റായിരുന്നു നമ്മുടെ ബീഫും നമ്മുടെ ഇതും ചീസും നമ്മുടെ ആക്ച്വലി സുക്കീനിയുടെ ഒക്കെ സാധനങ്ങളും എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പുറത്ത് മോസറല്ല ചീസിൻ്റെ ഇത് കൊടുക്കാം. ഞാൻ ഈ ലെയർ ഞാൻ ജസ്റ്റ് കൈ വെച്ചാണ് കൊടുക്കുന്നത്. എൻ്റെ കൈയൊക്കെ നല്ല വാഷ്ഡാണ് കേട്ടോ. ഈ ചീസില്ലേ, ഇതൊരു എന്താ പറയുക, ഗ്രില്ലായി വരുന്ന ഒരു കളറാണ് നമ്മുടെ ഇതിൻ്റെ ടൈമിങ്. അപ്പോൾ നമുക്ക് ഓവനിൽ വയ്ക്കുമ്പോൾ നമുക്കിത് നോക്കുമ്പോൾ പുറത്തെ ചീസ് നല്ല ഒരു ബ്രൗൺ ആയിട്ട് വരുന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ പാകം. കാരണം ഇതിനകത്ത് വേറെ സാധനങ്ങളൊന്നും വേവാനില്ല, എല്ലാം വെന്തതാണ്. ഈ പുറത്തെ ചീസ് നന്നായിട്ട് ബ്രൗണിഷ് ഷെയ്ഡിൽ വരുമ്പോൾ നമുക്കിത് എടുക്കാം. എടുത്തു കഴിഞ്ഞ് എടുത്ത ഉടനെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞ് നമ്മളൊരു 15 മിനിറ്റ്സ് റെസ്റ്റിന് വെക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അപ്പോൾ 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കണം. ഇപ്പം നമ്മൾ റെസ്റ്റിനൊന്നും വെക്കണ്ട. ഇതിൻ്റെ പുറത്ത് തന്നെ ചെദ്ദാർ ചീസ് കൂടെ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ഫ്രഷ് ബേസിൽ ലീവ്സ് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാസ്ലി ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്ലി ഞാൻ കുറച്ചുകൂടെ ബാക്കി വെക്കുന്നുണ്ട്. കാരണം അത് എന്താ, ഇത് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് അപ്പോഴത്തേക്കിന് ഇത് ഒരു ഈ ആഡ് ചെയ്ത പാസ്ലിയുടെ ആ ഗ്രീൻ കളറൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒന്നുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ആ 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇട്ട് കൊടുത്തിട്ട് 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലസാന ഇവിടെ റെഡിയാണ്. ഇനി ഇത് ഞാൻ പറഞ്ഞതുപോലെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രീസിൽ 35 to 40 മിനിറ്റ്സിൽ ഇത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കണം. ഓക്കെ, 35 to 40 മിനിറ്റ്സ് ആണ്. പിന്നെ നമ്മൾ ഓവനല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ചൂടാക്കിയിട്ടിരിക്കുന്ന ആ മണലിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒരു 50 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്തെടുക്കണം. സോ ഇത് ഞാൻ ബേക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. എൻ്റെ സാധനം ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 2 എണ്ണമായിട്ടാണ് ഞാൻ വെച്ചത്. ഓബോജിൻ്റെയും പിന്നെന്താ നമ്മുടെ കോർജറ്റിൻ്റെയും. ഇത് ഇനി ഒരു
40 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് നോക്കാം. ഒരു 35 ഒക്കെ ആകുമ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ മുകളിലത്തെ സാധനം സെറ്റ് ആയിട്ടുണ്ടോയെന്ന്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ആ മുകളിലത്തെ ആ ബ്രൗണിങ് കണ്ടോ, ആ സംഭവമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമുക്കിത് പുറത്തെടുക്കാമേ. ഇനി ഇത് പുറത്തെടുത്തിട്ട് ഞാൻ കാണിച്ചു. നമ്മുടെ സാധനം പുറത്ത് വന്നിട്ടുണ്ട്. ആ ബ്രൗണിങ് ഒക്കെ നമുക്ക് കണ്ടോ, ഇതെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് ആ പാഴ്സൽ ഞാൻ പറഞ്ഞില്ലേ, ഫ്രഷ് പാഴ്സൽ ഇതിൻ്റെ പുറത്ത് ലാസ്റ്റ് ഇടണമെന്ന്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ ഇട്ട പാഴ്സൽ അതിനകത്ത് ആ ഗ്രീനിഷ് കളറൊക്കെ അങ്ങ് പോയായിരുന്നു. ഇനി ഇത് നമ്മൾ ഇപ്പം കഴിക്കരുത്, ഇപ്പം കഴിക്കണമെന്ന് നമുക്ക് തോന്നും, ഇപ്പം കഴിക്കരുത്. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ ഒരു 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മളിതിപ്പോൾ മാറ്റി വെച്ചിട്ടൊരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇതും ഇതിൻ്റെ സെക്കൻഡ് ഓബേജിൻ്റെ ഇതും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിത് രണ്ടും കൂടെ കട്ട് ചെയ്ത്, ശരി, രണ്ടും കൂടെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. കാരണം അങ്ങനെ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ, നമ്മൾ ഇത്രയും നേരം ഉണ്ടാക്കിയിട്ട് അത് ഫുള്ള് കട്ട് ചെയ്ത് കാണിച്ചില്ലെങ്കിൽ. ഞാനിപ്പോൾ നൈഫ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ സൈഡൊന്ന് വിടിയിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ലെയറും വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഫുള്ള് താഴോട്ടാക്കിയിട്ട് വേണം ഇതെടുക്കാനായിട്ട്. നമുക്കിതിങ്ങനെ എടുക്കാം, സ്കൂപ്പ് ചെയ്ത്. നമ്മൾ എടുത്തതിൻ്റെ ഒരു കുറച്ചൊരു ഇതാണ് ബാക്കി വന്നത്. അതുകൊണ്ട് ഞാൻ എടുക്കട്ടെ. ഞാൻ പറഞ്ഞു നമ്മൾ ചാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കൂടെ ചാറ് വന്നത്. ഇത് അതിൻ്റെ ഓയിലാണ്. അപ്പോൾ ഇത് ഞാനിവിടെ സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഓരോ ലെയേഴ്സും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഓരോരോ ലെയറായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ലെയറൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ സൈഡിൽ നിന്ന് ഫുൾ ഇതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഓബേജിൻ്റെ ഈ അറ്റത്തുള്ള ഇതില്ലേ, ആ സാധനമാണ് ഇങ്ങനെ സ്ട്രിങ് ആയിട്ട് വരാതിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരുമിച്ചെടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മൗത്ത് ഫുള്ളായിരുന്നു, അത് ചവച്ചിറക്കാനായിട്ട് പാട് കേട്ടതാണ്. സൂപ്പർ സാധനം, സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. ആ ലസാനിയ ഷീറ്റിനെക്കാട്ടിലും ടേസ്റ്റി വെജിറ്റബിൾസ് യൂസ് ചെയ്യുമ്പോഴാണ്. ഇത് ഓബേജിൻ പൊളിച്ച് നമുക്ക് മറ്റേത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു വായും കൂടെ കഴിച്ചോട്ടെ. സൂപ്പർ, റിയലി സൂപ്പർ. ഇനി നമുക്ക് മറ്റേത് മുറിച്ച് നോക്കാം. ഇനി നമുക്ക് ഈ ഭാഗത്തുനിന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇത് മറ്റേ ഓബേജിൻ മുറിച്ചതിൻ്റെ അത്രയും ഒരു പാടില്ല, കാരണം കോർഗറ്റ് പെട്ടെന്ന് മുറിഞ്ഞു വരുന്നൊരു സാധനമാണ്. ഇത് എളുപ്പം സ്കൂപ്പ് ചെയ്യാനും പറ്റിട്ടോ. പെട്ടെന്ന് സ്കൂപ്പ് ചെയ്യാൻ പറ്റി. അതിൻ്റെ സൈഡൊക്കെ കണ്ടോ, ഇതിൽ കുറച്ചൊരു വെള്ളമുണ്ട്. സാധാരണ ഇതിനങ്ങനെ വെള്ളം വരത്തില്ല. ഇത് വെജിറ്റബിൾസ് ആയതുകൊണ്ടാണ് ഇതിന് വെള്ളം വന്നത്. ഇത് നമ്മുടെ ഓബേജിനായിരുന്നു. ഇത് ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെക്കണേ. നമ്മുടെ കോർഗറ്റ് പൊളിയായിരിക്കും, എനിക്ക് ഒരു സംശയമില്ല. കാരണം അല്ലാതെ തന്നെ ഈ സാധനത്തിന് നല്ല ടേസ്റ്റാണ്. ഈ കോർഗറ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു സൈഡ് ഇച്ചിരി വന്നിട്ടുണ്ടായിരുന്നു. ആ സാധനം തന്നെ ഞാൻ എടുക്കുകയാണ്. ഓ ഗോഡ്,
സോ ഗുഡ്, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. സൂപ്പർ സാധനമാണ്, ഭയങ്കര പ്രോട്ടീൻ ആണ്. ഇതിനകത്ത് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടില്ല, നമ്മുടെ ലസാന ഷീറ്റ് ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് സൂപ്പർ. ഇതിനായിട്ടുള്ള ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കോളേജിട്ട് പറയും പോളിസാനം. പോളി എന്ന് പറഞ്ഞാൽ പോളിസാനം. എന്തായാലും ട്രൈ ചെയ്യണം. സോ hope you all enjoyed. See you later. Bye bye.